Good morning. Welcome to our online class. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇന്നൊരു പുതിയ ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ഒന്നാണ്. ഇതുവരെ നിങ്ങൾക്ക് യാതൊരുവിധ പരിചയം ഇല്ലാത്തതാണ്. പുതിയൊരു ചാപ്റ്ററാണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടെയാണ്. കാരണം ഈ ഒരു ചാപ്റ്റർ അറിഞ്ഞാൽ മാത്രമേ ഇതിനോടനുബന്ധിച്ചിട്ടാണ് നെക്സ്റ്റ് +2 ഒരു 4-5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് അങ്ങോട്ട് നെക്സ്റ്റ് അതായത് +2 ചാപ്റ്റേഴ്സിന് നിങ്ങൾക്കത് ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്നാണ് നമ്മുടെ 13th ചാപ്റ്റർ ആയിട്ടുള്ള അതിൻ്റെ പേര്. ലിമിറ്റ്സ്. എന്താണ് ലിമിറ്റ്സ്? അറിയുന്ന ലിമിറ്റ്, നമുക്ക് ലിമിറ്റ് വെച്ചിട്ട് ചെയ്യുന്നത് അല്ലേ, എന്തിനും ഒരു ലിമിറ്റ് വേണം എന്നുള്ളതൊക്കെ പറയുന്നതേ അറിയുള്ളൂ. പക്ഷെ അതല്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇത് രണ്ട് ചെറിയ ടോപ്പിക്കായിട്ടാണ്, എന്നാൽ ഇത്തിരി വലുതും കൂടെയാണ്. അപ്പോൾ 2 ടോപ്പിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് നമുക്ക് ലിമിറ്റ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. നമ്മൾ എന്തിനും ഒരു ലിമിറ്റ് വെക്കും അല്ലേ, ഒരു പരിധി, ഇതിൻ്റെ അപ്പുറത്ത് പോരുത് അല്ലെങ്കിൽ ആ ലിമിറ്റിന് ഇപ്പുറത്തേക്ക് ആവരുത് എന്നുള്ളൊരു ഏകദേശം ആ ഒരു ധാരണയിൽ കൂടെ തന്നെ നമുക്കിതിലേക്ക് പോകാം. ഓക്കെ, എന്താണ് ലിമിറ്റ് എന്നുള്ളത് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ലിമിറ്റ്സ്. ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് ആസ് ദ ഡിക്റ്റേറ്റഡ് ബൈ ദ പോയിന്റ്സ്. ആ ഒരു പോയിന്റിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് അതിനെ നമ്മൾ ഒരു ഇന്ന പോയിന്റിൽ നിന്നും എന്ന് പറയുന്നത് to the left of a point defines the left hand limits. ആ ഒരു പോയിന്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ അതിനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നു. ഒരു പോയിന്റ് ഡിക്റ്റേറ്റ് ചെയ്ത്, അതായത് ഒരു പോയിന്റിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാൻ എന്നുള്ളത് ഇതിൻ്റെ റൈറ്റ് ഇതാണ്, ദെൻ ഇതിൻ്റെ ലെഫ്റ്റ് ഇതാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടുള്ളത് റൈറ്റ് ലിമിറ്റ്, ദെൻ ഇങ്ങോട്ടുള്ളത് എന്ത് വരും, ലെഫ്റ്റ് ലിമിറ്റ് ആണ്. ഞാൻ എന്ന ഒരു പോയിന്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ റൈറ്റും ദെൻ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റുമാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഒരു പോയിന്റിനെ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിക്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈ ദ പോയിന്റ്സ് ടു ദ ലെഫ്റ്റ് ഓഫ് എ പോയിന്റ്, ആ പോയിന്റിൻ്റെ ലെഫ്റ്റിനെ ലെഫ്റ്റ് ഹാൻഡ് ഡിഫൻസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ്. അതുപോലെ തന്നെ ആ ഫംഗ്ഷൻ ഡിക്റ്റേറ്റഡ് ബൈ ദ പോയിന്റ്സ് ദ റൈറ്റ് ഓഫ് എ പോയിന്റ് ഡിഫൈൻസ് ദ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ആ പോയിന്റിൽ നിന്നും ഒരു പോയിന്റിന്റെ റൈറ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ റൈറ്റ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്സ് എന്നും പറയുന്നു. ഇനി പറയുന്നത് നോക്കി നോക്കിയാ, ലിമിറ്റ്സ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് ഇസ് ദ കോമൺ വാല്യൂ. ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ്സ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഒരു കോമൺ വാല്യൂ ആണ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ഇഫ് ദേ കോയിൻസൈഡ്. രണ്ടും കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഫോർ എ ഫംഗ്ഷൻ എഫ് ആൻഡ് എ റിയൽ നമ്പർ എ, ഒരു ഫംഗ്ഷൻ എഫും ഒരു റിയൽ നമ്പർ എ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, ഞാൻ എന്താ പറയുന്നത് നോക്കൂ, ലിമിറ്റ് എന്ന് എഴുതുന്നു. എക്സ് അതിൻ്റെ അടിയിലാണ് എഴുതുന്നത്, എക്സ് ടെൻസ് ടു എ. വായിക്കുന്നത് നോക്കാം, ലിമിറ്റിന് LIM എന്നാണ് ഷോർട്ടായിട്ട് എഴുതുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഓ, ഇത് രണ്ടും സെയിം ആണ്. ഇത് വായിക്കുന്നത് എങ്ങനെയാ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇതും അത് തന്നെയാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇനി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ തരികയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ്. ഒരിക്കലും ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എക്സ്റ്റെൻസ് ടു എ എന്ന് എഴുതരുത്, ലിമിറ്റിന് അടിയിലാണ് എക്സ്റ്റെൻസ് ടു എ എന്ന് എഴുതേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എ മേ നോട്ട് ബി ദ സെയിം. അത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എയും ശരി എപ്പോഴും സെയിം ആവണമെന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു the function 1 എപ്പോഴാ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഇവിടെ എന്താ പറയുന്നത് 2. ആ ഫംഗ്ഷന് തന്നെ ഒരു 2 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, അത് എപ്പോഴാ, എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ അതിവിടെ ഒരു പിക്ചറിൽ നോക്കൂ, ഇവിടെ ഞാൻ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇവിടെ എക്സ് ലെസ് ദാൻ ഈ പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ y ആണ്. എഫ് ഓഫ് എക്സും വൈയും ഈക്വൽ ആണെന്ന് പറയാലോ, അപ്പോൾ തന്നിരിക്കുന്ന ഈ വാല്യൂ y ആണ്. അപ്പോൾ ഇവിടെ വൈല് 0 to, ഇവിടെ എന്തുകൊണ്ടാണ്, ഇവിടെ നോക്കിയാ ഇവിടെ ഈക്വൽ ടു ഇല്ല.
അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ഇന്റർവെൽ പഠിച്ചിട്ടുണ്ടല്ലോ 0 to എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അടുത്തിട്ട് എന്താ പറയുന്നത് 0 1, 0യും ഉണ്ട് 1ഉം ഉണ്ട്, അത് രണ്ട് ഇന്റർവെല്ലിൽ ഉൾപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണത് ഒന്ന് ഡാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ 0 to 1. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ ഏതാ വാല്യൂ വരുന്നത് 0, ഇതിന്റെ റൈറ്റ് എന്താ ലെഫ്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാം എക്സ് ലെസ് ദാൻ 0, അപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് ഇവിടെ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ഇവിടെയാണ്, ലെസ് ദാൻ 0 എന്ന് പറയുന്നത് ഇവിടെയാണ് അല്ലെ. അപ്പോ എക്സ് 0നേക്കാൾ വലുത്, ഇത് 0നേക്കാൾ വലുത്, ഗ്രേറ്റർ, 0നേക്കാൾ വലുതാകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ വരുന്നത് 2. അപ്പൊ 0നേക്കാൾ വലുത് അല്ലെങ്കിൽ അതിന്റെ റൈറ്റിലാകുമ്പോൾ ഇതാണ് അതിന്റെ റൈറ്റ് എന്നുള്ളത് കാണിക്കാനാണ് ഇവിടെ എന്തിടുന്നത് 0+. അപ്പോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0+, ഒരിക്കലും അത് പോസിറ്റീവ് 0 എന്ന് മനസ്സിലാക്കരുത്. 0+ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്താ വരുന്നത് 2. ഓക്കെ, രണ്ടാമത്തത് നോക്കൂ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ്. 0 മൈനസ് എന്ന് പറഞ്ഞാൽ 0നേക്കാൾ ചെറുത്, അതാകുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താ വരുന്നത് 1. ഇനിയോ മൂന്നാമത്തെ ഒരു കേസും കൂടെ അതിൽ പറയുന്നുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഈ 0 ആകുമ്പോഴും ആ ഫംഗ്ഷൻ എന്താ വരുന്നത് 1. അപ്പം ഇത് ഏതെന്റെ വരുന്നത് റൈറ്റ് ലിമിറ്റ്. ഓക്കെ, ഇവിടെ ഏതാ വരുന്നത് ലെഫ്റ്റ് ലിമിറ്റ്. അത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന് നമുക്ക് അറിയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കും. അത് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷനിൽ നിന്നും ഇതിന്റെ റൈറ്റും ലെഫ്റ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0, 0നേക്കാൾ വലുതാകുമ്പോൾ ഫംഗ്ഷൻ, അപ്പോൾ 0നേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം റൈറ്റ് ആണ്. അപ്പോൾ അതാണ് റൈറ്റ് ലിമിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 0+ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. ഓക്കെ, അതേപോലെ ഇവിടെ എന്താ പറയുന്നത് 0 മൈനസ് 0ന് മുകളിൽ അല്ലേ. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 3a, എക്സ് ലെസ് ദാൻ 1. കണ്ടോ, ഇവിടെ ഇതാ റൈറ്റ് ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് ഉണ്ട്. നോക്കാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എന്നുള്ള പോയിന്റ് ഇതാ ഇത് കിട്ടി. ഇവിടെ നോക്കാം, ഇതിന്റെ എക്സ് ഗ്രേറ്റർ ദാൻ 1, അപ്പൊ എന്താ വരിക 1+ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇവിടെ എന്താ വരുന്നത് 1+ ആകുമ്പോൾ 2x. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ്, 1 ആകുമ്പോഴും എന്താ വരുന്നത് ഈക്വൽ ടു 1 ആകുമ്പോഴും 2x. then limit extends to 1 minus, കണ്ടോ 1ന്റെ മുകളിലാണ് ഞാൻ പ്ലസ് എഴുതിയിരിക്കുന്നത്, ഇവിടെ 1ന്റെ മുകളിലാണ് മൈനസ്. ഒരിക്കലും അത് +1ഉം മൈനസും അല്ല, അതിന്റെ റൈറ്റും ലെഫ്റ്റും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. 1 മൈനസ് 1നേക്കാൾ ചെറുതാകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നത് 3. ഇനിയിപ്പോ ഇവിടെ തന്നെ നോക്കൂ, ഇത് എങ്ങനെയാണ് കാണേണ്ടത്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് എന്താ അവിടെ കൊടുക്കുന്നത് 1 എന്നുള്ളത്. അപ്പൊ അതിന് ഞാൻ ഇവിടെ ചെയ്യുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1+ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2x ആണ്. ദെൻ ഈ 2വിന് ഞാൻ എന്താ അവിടെ അപ്ലൈ ചെയ്യുന്നത് 2 × 1 is equal to 2. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് എഴുതണം, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x, ദാറ്റ് ഈസ് 2 × 1 ഈക്വൽ ടു 2. ആൻഡ് ഇവിടെ നോക്കാം 3 കിട്ടുന്നത് നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ എന്താണ് എഴുതുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ എക്സ് ഉണ്ടോ, എക്സ് ഇല്ല, അവിടെ ഓൺലി 3 മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് ഇല്ല, എക്സ് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ വാല്യൂ അപ്ലൈ ചെയ്യേണ്ടുള്ളൂ. അപ്പൊ അതില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു 3 മാത്രം എഴുതി.
അപ്പോൾ ഓരോന്നിൻ്റെയും ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1+ കൊടുക്കുമ്പോൾ 2 കിട്ടി, 1 കൊടുക്കുമ്പോഴും 2 കിട്ടി. എന്നാൽ 1- കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടിയത്? അതായത് നമുക്ക് കിട്ടിയ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എക്സ് ഇല്ലാത്തതുകൊണ്ട് ഇൻ കേസ് ഇവിടെ ഒരു 3x ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 × 1 = 3 എന്ന് എഴുതിയാൽ മതി. കണ്ടോ? എക്സ് ഉണ്ടെങ്കിൽ ആ എക്സിന്റെ വാല്യൂ കൊടുത്ത് എഴുതാം, ഇല്ല എങ്കിൽ അതിലേക്ക് എഴുതരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ലിമിറ്റ്സ് വാല്യൂസ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ കുറച്ചൊരു കാര്യങ്ങളുണ്ട്, അത് നോക്കാം. വി സേ ദാറ്റ് limit extends to a minus f of x is the expected value of f at x equal to a given the values of f near x to the left of a. This value is called left hand limit of f at a. Next, we say limit extends to a minus f of x is the expected value of f at x equal to a given the values of f near to x to the right of a. This value is called the right hand limit of f of x at a. ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റിലേക്ക് പോകുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. നെക്സ്റ്റ്, if the right and left hand limits coincide, we call that common value as the limit of f of x at x equal to a and denoted by limit extends to a f of x. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലിമിറ്റ് കൊടുക്കാനുള്ളതിലാവേണ്ടത്. ഇനി ഒരുപാട് ഫങ്ഷൻസിൻ്റെ ലിമിറ്റ്സ് വാല്യൂസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ഓൾജിബ്ര എന്താ? ഓൾജിബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിലൊക്കെ ഓൾജിബ്രാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ്സുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലേ? ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ്. ഫസ്റ്റ് പറയുന്നത് അതിൽ ഫസ്റ്റ് പറയുന്നത് let f and g be two functions such that limit extends to a f of x and limit extends to a g of x exist. അതായത് ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെയും ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഓഫ് സം ഓഫ് ടു ഫംഗ്ഷൻസ് ഈസ് സം ഓഫ് ദ ലിമിറ്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ. അതായത് പറയുന്നത് നോക്കൂ, ലിമിറ്റ് ഓഫ് എ സം ഓഫ് ടു ഫംഗ്ഷൻസ്, രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ്സിന്റെ സം എന്ന് പറഞ്ഞാൽ ഈസ് എ സം ഓഫ് ദ ലിമിറ്റ്സ് ഓഫ് ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷന്റെ സമ്മാണ്. രണ്ട് ഫംഗ്ഷന്റെ സമ്മിനെയാണ്, അതായത് ഓരോ ഫംഗ്ഷൻ സം ചെയ്തിട്ട് പറയുമ്പോൾ ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താ വരുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും. ആണല്ലോ. ഇതേപോലെ തന്നെ ഒന്നാമത്തെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് മൈനസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇതിപ്പോൾ ആദ്യം എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ദെൻ തേർഡ് വൺ ലിമിറ്റ് ഓഫ് പ്രോഡക്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് കണ്ട അതിന് ലിമിറ്റ് കാണുന്നത് എന്താ? സെപ്പറേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കണ്ടാൽ മതി. എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ദെൻ ലാസ്റ്റ് പറയുന്നത് അതിൻ്റെ ഡിവിഷൻ ആണെങ്കിലും സെയിം ആണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇവിടെ നോക്കുന്നതിന് വേണമെങ്കിൽ ഞാൻ
നോക്കൂ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്, രണ്ട് ഫംഗ്ഷന്റെ സമ്മിന്റെ ലിമിറ്റ് കാണുന്നത് അതിന്റെ ഓരോ ഫംഗ്ഷന്റെയും സം ലിമിറ്റ് കണ്ടാൽ മതിയെന്ന്. അപ്പോൾ പ്ലസ് എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ ജി ഓഫ് എക്സ്. ഇവിടെ മൈനസ് വരുമ്പോഴും ഇവിടെ മൈനസ് ഇട്ടാൽ മതി. ഇൻറ്റു, ഇവിടെ ഇത് ഇൻറ്റു ആണ്, ഇൻറ്റു ചെയ്യുമ്പോഴും ഇവിടെ എന്താ ഇൻറ്റു മതി. ഇവിടെ ഡിവിഷൻ ആകണമെങ്കിലും അങ്ങനെയാണ്. ഇനി ലാസ്റ്റ് ഒരു ഇത് കൂടെ പറയുന്നുണ്ട്, ലാംഡ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ lambda into f of x equal to lambda into limit extends to a f of x. അതായത് ഒരു ഫംഗ്ഷനെ ഒരു സ്കാലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന്റെ ലിമിറ്റ് കാണുന്നതിന് പകരം ആ സ്കാലാർ അവിടെ നിർത്തി ഫംഗ്ഷന്റെ ലിമിറ്റ്സ് വാല്യൂ കണ്ടതിന് ശേഷം സ്കാലാർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. ഇത്രയാണ് ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയലും റേഷണൽ ഫംഗ്ഷൻസ് ഒക്കെ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.